ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എഫെമറൽ പോർട്ട് എന്താണ് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അതെങ്ങനെ AWSൻ്റെ VPCയിൽ നെറ്റ്വർക്ക് ACL കോൺഫിഗർ ചെയ്യുമ്പോൾ സെറ്റപ്പ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ എഫെമറൽ പോർട്ട് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ലിവ് ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ പോർട്ടാണ്. എന്ന് വെച്ചാൽ ഒരു റാൻഡം പോർട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. വിൻഡോസിന് ഒരു റേഞ്ച് ആയിരിക്കും, ലിനക്സിന് വേറെ റേഞ്ച് ആയിരിക്കും, അങ്ങനെ ഓരോ ഇതുണ്ട്. അതായത് ഒരു ക്ലയൻറ്റ് ഒരു വെബ് റിക്വസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഡെസ്റ്റിനേഷൻ പോർട്ട് 80 ആണെന്ന് വിചാരിക്കുക. പ്രോട്ടോക്കോൾ HTTP ആണ്. അപ്പോൾ സോഴ്സ് IP ഉണ്ടാവും. സോഴ്സ് IPയുടെ കൂട്ടത്തിൽ തന്നെ ഒരു സോഴ്സ് പോർട്ട് ജനറേറ്റ് ആവും. അത് ഒരു റാൻഡം പോർട്ടായിരിക്കും ജനറേറ്റ് ആവുന്നത്. അത് ഇപ്പോൾ 55235 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നേരെ വെബ് സെർവറിൽ ചെന്നു, ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതിന് റെസ്പോൺസ് കൊടുക്കണം. അപ്പോൾ റെസ്പോൺസ് കൊടുക്കുമ്പോൾ നമ്മൾ ആ സെയിം ഡെസ്റ്റിനേഷൻ പോർട്ട് എന്താണോ ആ പോർട്ടിലേക്കായിരിക്കും നമ്മൾ റെസ്പോൺസ് തിരിച്ചു പോകണം. അതും പ്ലസ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ IP അതിനകത്തേക്കായിരിക്കും റെസ്പോൺസ് തിരിച്ച് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് വരും. ഫസ്റ്റ് ഒരു റിക്വസ്റ്റ് വന്നു വെബ് സെർവറിലേക്ക്, അതിൻ്റെ സോഴ്സ് IPയും സോഴ്സ് പോർട്ടെല്ലാം കാണിച്ചിട്ടുണ്ട്. തിരിച്ച് റെസ്പോൺസ് പോകുമ്പോൾ അത് നേരെ തിരിയുന്നുണ്ട്. സോഴ്സ് പോർട്ടും ഡെസ്റ്റിനേഷൻ പോർട്ടും അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് മീൻസ് സോഴ്സിൻ്റെ IPയും പോർട്ടും ഏതാണോ അതിനകത്തേക്കാണ് ആ ഡെസ്റ്റിനേഷൻ പോർട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എഫെമറൽ പോർട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ എന്ത് റിക്വസ്റ്റ്, വെബ് റിക്വസ്റ്റോ SSH RDP എന്ത് റിക്വസ്റ്റ് എടുത്താലും അതിന് സോഴ്സിൻ്റെ സൈഡ്, അതായത് ക്ലയൻറ്റിൻ്റെ സൈഡ് ഒരു റാൻഡം പോർട്ട് ജനറേറ്റ് ആവുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. സോക്കറ്റ്, ഇപ്പോൾ ബ്രൗസർ എടുക്കുമ്പോൾ ഒരു സോക്കറ്റ് എന്നൊക്കെ പറയും, അങ്ങനെ റാൻഡം പോർട്ടായിരിക്കും ക്രിയേറ്റ് ആവുന്നത്. അതേപോലെ ഇതിനകത്ത് പറയുന്നുണ്ട് ഓരോ OSനും ഓരോ റേഞ്ചാണ് ഉള്ളത്. ഇപ്പോൾ ലിനക്സിന് വേണ്ടി ഒരു റേഞ്ച്, വിൻഡോസിന് വേണ്ടി ഒരു റേഞ്ച്, ലോഡ് ബാലൻസർ, വിൻഡോസ് 2000 സെർവറിന് 2003 സെർവറിന് വേറെ റേഞ്ച്, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് 1025 ടു ആ ഒരു റേഞ്ചാണ്, 65535 റേഞ്ചാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസ് വരുന്നത് ഇപ്പോൾ നമ്മൾ NACL കസ്റ്റമൈസ് ചെയ്യണം. ബൈ ഡിഫോൾട്ട് എല്ലാം അലോ ആയിരിക്കും, ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും. ഞാനത് മാറ്റിയിട്ട് ആവശ്യമുള്ള പോർട്ട് മാത്രം അലോ ചെയ്യും. ഇപ്പോൾ 18443 മാത്രം എനിക്ക് അലോ ചെയ്താൽ മതിയെങ്കിൽ അത് മാത്രം ഞാൻ അലോ ചെയ്ത് കൊടുക്കും ഇൻബൗണ്ടിനകത്ത്. പക്ഷേ ഔട്ട്ബൗണ്ട് നമ്മൾ സെയിം തന്നെ അലോ ചെയ്യുവാണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ ഔട്ട്ബൗണ്ട് വർക്ക് ചെയ്യുന്നത് ഈ റാൻഡം പോർട്ടിലായിരിക്കും. അതായത് റെസ്പോൺസ് തിരിച്ച് പോകുന്നത് 55235 തിരിച്ച് പോകുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഔട്ട്ബൗണ്ടിൽ പോയിട്ട് നമ്മൾ ഈ എഫെമറൽ പോർട്ട് എനേബിൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനുവേണ്ടിയാണ് മെയിനായിട്ട് എഫെമറൽ പോർട്ടിൻ്റെ സെക്ഷൻ തന്നെ വരുന്നത്. NACL മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അവർ തന്നെ അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നമുക്കതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ് ജസ്റ്റ് വായിച്ച് നോക്കുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെ കോൺഫിഗർ ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓരോ OSനും ഓരോ റേഞ്ച് കൊടുക്കാനായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊടുക്കാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പിന് വേണ്ടിയും NACLന് വേണ്ടിയും. ഇപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പിന് ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. SSH ഒരു IPന്ന് അലോ ചെയ്യാനാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. 22 ആണ്, TCP ആണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ IPന്ന് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ. അതല്ല ഔട്ട്ബൗണ്ടിൽ സെയിം സെക്യൂരിറ്റി ഗ്രൂപ്പിന് തന്നെ കൊടുത്തിരിക്കുന്നത്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആക്സസ് ഉണ്ടാവും. പിന്നെ അതേപോലെ NACL സെക്ഷനിൽ 100 റൂൾ നമ്പർ, SSH TCP 22 പോർട്ട് ആ IPന്ന് മാത്രം അലോ ചെയ്യാനായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു IPന്ന് SSH അലോ ചെയ്തും, പക്ഷേ ബാക്കി എല്ലാം ഡിനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഔട്ട്ബൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കസ്റ്റം TCP പ്രോട്ടോകോൾ TCP ആണ്. പോർട്ട് റേഞ്ച് 1024 തൊട്ട് 65535 വരെ ആ റേഞ്ചാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ IP. അതായത് തിരിച്ചു പോണ പോർട്ട് റാൻഡം പോർട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ എഫെമറൽ പോർട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കേസ് സിറ്റുവേഷനിലാണ് നമ്മൾ എഫെമറൽ പോർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് NACL കസ്റ്റമൈസ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ്, എവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ NACL എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ഓരോ സ്റ്റെപ്പും ഓരോ പോർട്ട് എങ്ങനെ ചെയ്യും ഓരോന്ന് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഇത്തിരി ലെങ്തിയുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഒരു വെബ് സെർവർ റണ്ണിങ് ആണ്. ആ സെർവറിന് പബ്ലിക് IPയും പ്രൈവറ്റ് IP ഉണ്ട്. അപ്പോൾ ഞാൻ ആ സെർവറിലേക്ക് SSH ചെയ്ത് നോക്കുവാണ് എൻ്റെ ലോക്കൽ PCയിൽ നിന്ന്. ഇതാണ് അതിൻ്റെ പബ്ലിക് IP ആ സെർവറിൻ്റെ. ഞാനപ്പോൾ എൻ്റെ സെർവറിലേക്ക് ഓൾറെഡി ഞാൻ കണക്റ്റ് ചെയ്തു, SSH വഴി ഞാൻ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വെബ് സെർവറിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന്, ഇപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൻ്റെ CMD എടുത്തിട്ടുണ്ട്.
നമുക്കൊന്ന് നെറ്റ് സ്റ്റാറ്റ് കമാൻഡ് വെച്ചിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഏതൊക്കെ പോർട്ടാണ് ലിസൺ ചെയ്തേക്കുന്നത്. റൈറ്റ് സൈഡാണ് നോട്ട് പാഡിൽ ലിനക്സിന് ഒരു കമാൻഡും വിൻഡോസിന് വേറൊരു കമാൻഡുമാണ്. കമാൻഡ് സെയിം തന്നെ, അതിൻ്റെ ആർഗ്യുമെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ലിനക്സിലാണ് റൺ ചെയ്തത്. നെറ്റ് സ്റ്റാറ്റ് -AN ഗ്രപ്പ് എസ്റ്റാബ്ലിഷ്ഡ്, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കണക്ഷൻ എല്ലാം കാണിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു IP നിന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിന് എൻ്റെ ലോക്കൽ പീസിയുടെ IP സ്റ്റാറ്റിക് IP അല്ലെങ്കിൽ പബ്ലിക് IP എന്താണെന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 171.49.163.200 ആണ് എൻ്റെ IP. അപ്പോൾ ആ IP ആണ് അവിടെ വെബ് സെർവറിൻ്റെ അവിടെ നെറ്റ് സ്റ്റാറ്റ് അടിച്ചപ്പോൾ കിട്ടിയത്. അതിനൊരു പോർട്ടും ജനറേറ്റ് ആയിട്ട് 30447. ഇനി ഞാൻ എൻ്റെ ലോക്കൽ പീസിയുടെ എൻ്റെ വിൻഡോസ് പീസിൽ വന്നിട്ട് അതിൽ ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് അവിടെ ഞാൻ അടിച്ചു നോക്കുകയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കണക്ഷൻ. അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ ബ്രൗസറും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ റണ്ണിങ് ആണ്, അതിൻ്റെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാം 22 പോർട്ടിലേക്ക് ഒരെണ്ണം കണക്റ്റ് ആയിട്ടുണ്ട്. അതായതാണ് അല്ലേ, ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ ലോക്കൽ IP അഡ്രസ്സാണ്, അതേപോലെ റാൻഡം പോർട്ട് നമ്പറാണ്. ഈ പോർട്ടാണ് അവിടെ നേരത്തേക്കാണ് നിങ്ങൾ കണ്ടത്. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റൻസിൻ്റെ പബ്ലിക് IPയും അതിൻ്റെ SSHൻ്റെ പോർട്ടുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാനൊരു റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സോഴ്സ് സൈഡ് ഒരു റാൻഡം പോർട്ട് ജനറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ പോർട്ട് ആക്ച്വൽ പോർട്ട് ഏതാണോ അതിനകത്തേക്കായിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ സെർവറിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ടും ഏത് IP നിന്ന് ഏത് പോർട്ടിൽ നിന്നാണ് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു റെസ്പോൺസും റിക്വസ്റ്റും എല്ലാം വർക്ക് ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് NACലാണ്. പ്രൈവറ്റിന് വേണ്ടി ഒരു NACL എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പബ്ലിക്കിന് വേണ്ടി എങ്ങനെ ഒരു NACL ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക.